ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ ഈ നെക്സ്റ്റ് പാർട്ട് കെമിസ്ട്രിയിൽ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്. അപ്പം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പഠിക്കുന്നതിന് മുമ്പ് അയോണിക് ബോണ്ട് എന്താണ്, കോവാലന്റ് ബോണ്ട് എന്താണെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അയോണിക് ബോണ്ട് എന്താണെന്ന് നമുക്കറിയാം. ഒരു ആറ്റം ഇലക്ട്രോണിനെ ഫുള്ളി മറ്റൊരു ആറ്റത്തിന് വിട്ടുകൊടുത്തിട്ട് ഒക്ടറ്റ് കോൺഫിഗറേഷൻ രണ്ടുപേരും തികയ്ക്കുക. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതം ആക്കുക. അതാണ് അയോണിക് ബോണ്ടിങ്. പക്ഷെ കോവാലന്റ് ബോണ്ടിങ്ങിൻ്റെ കേസ് അതല്ല. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയൊന്നുമില്ല, പക്ഷേ ഷെയർ ചെയ്യാം എന്നുള്ളൊരു വാക്കിലെത്തുകയും അവർ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തെടുക്കുകയാണ് പതിവ് അല്ലേ. നമ്മളത് കോവാലന്റ് ബോണ്ടിൽ കണ്ടതാണ്. അപ്പം നോക്ക്, ഇനി നെക്സ്റ്റ് അത് നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ടത് പഠിച്ചിരിക്കണം. അയോണിക് ബോണ്ട് എന്താണ്, കോവാലന്റ് ബോണ്ട് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. നോക്കാം നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണെന്ന്. ഈസ് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് അട്രാക്റ്റഡ് ഈക്വലി ബൈ ബോത്ത് ദി ആറ്റം. അപ്പോൾ നോക്കുക, നമുക്ക് ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കിയിട്ട് നമുക്കതിൻ്റെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കാം ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ. ഒറ്റ ഇലക്ട്രോണേ അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്റ്റെബിലിറ്റി ഇല്ല. അതിന് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ആവും. കാരണം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മതി. അങ്ങനെയാണെങ്കിലും അത് സ്റ്റെബിലിറ്റിയിലെത്തും. പക്ഷേ അത് സ്റ്റെബിലിറ്റിയിലെത്തില്ല, കാരണം 1 ഇലക്ട്രോണേ അതിനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റിയാക്റ്റ് ആവും അല്ലേ. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2 7 വരും. അപ്പം ഫ്ലൂറിന് ഒരു ആറ്റം വേണം, അതിന് ഒക്ടറ്റ് കോൺഫിഗറേഷനിലെത്താം. ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറിയാമല്ലോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുന്നതാണ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. നിങ്ങൾ അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും എങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തെ പറ്റി നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്ലൂറിൻ്റെത് 7 ആണ്, കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് നമ്മൾ അതേ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. ഹൈഡ്രജൻ 1 ആണ്, അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ കൂടെ ഉണ്ടെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം കെ ഷെല്ലിൽ 2 ഇലക്ട്രോണായി ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷനിലെത്തും. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് വഴി ആണ് ഇവിടെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഷെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. കംപ്ലീറ്റ്ലി ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആർക്കാണ്? ഫ്ലൂറിന് 1 ഇലക്ട്രോണിന് ഹൈഡ്രജന് വിട്ടുകൊടുക്കാൻ പറ്റില്ല, കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഫ്ലൂറിന് 8 ഇലക്ട്രോൺ ആവില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം മനസ്സിലായല്ലോ. അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമൊക്കെ നിങ്ങൾ തന്നെ വരയ്ക്കാൻ നോക്കണം. അപ്പോൾ ഹൈഡ്രജൻ 1 ഇലക്ട്രോണാണ്, ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. അപ്പം ഓരോ ഇലക്ട്രോണുകളെ അവർ ഷെയർ ചെയ്യും അല്ലേ. അപ്പം ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെങ്ങനെ നിൽക്കും? സ്റ്റെബിലിറ്റിയിൽ നിൽക്കും. പക്ഷേ ഇനിയാണ് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആറ്റങ്ങൾ തമ്മിൽ ആദ്യം നമുക്ക് ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് നമുക്ക് ഒക്ടറ്റ് കോൺഫിഗറേഷനിലെത്താം എന്ന് സമ്മതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താലും ഈ ആറ്റങ്ങൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ തന്നിലോട്ട് അടുപ്പിക്കാൻ നോക്കും. ഹൈഡ്രജൻ്റെ കേസ് എടുക്കുമ്പോൾ ഹൈഡ്രജൻ ആ 2 ഇലക്ട്രോണിനെ 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ട് 1 ഇലക്ട്രോണിനെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്? ഫ്ലൂറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെ തന്നിലോട്ട് അങ്ങ് അടുപ്പിക്കും. അതുപോലെ തന്നെ ഫ്ലൂറിൻ്റെ കേസിലും എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണിനെ തന്നിലോട്ട് അടുപ്പിക്കാൻ ആര് നോക്കും? ഫ്ലൂറിനും നോക്കും. പിടികിട്ടിയല്ലോ. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈസ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് അട്രാക്റ്റ് ഈക്വലി ബൈ ബോത്ത് ദി ആറ്റം. ഒരു ഈക്വലി ആണോ ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസുകൾ ഈ ഷെയർഡ് പെയർ ആയിട്ടുള്ള ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടുള്ളതിനെയാണ് അവർ അട്രാക്റ്റ് ചെയ്യുന്നത്. മറ്റേത് അവരുടെ കയ്യിലിരിക്കുക, അതുകൊണ്ട് അതിനെ അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഹൈഡ്രജൻ ഫ്ലൂറിൻ്റെ 1 ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇത് ഫ്ലൂറിൻ ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നത് ഈക്വലി ആണോ ആ അട്രാക്റ്റിംഗ് ഫോഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്.
ആദ്യം നമുക്ക് ഓരോ ഇലക്ട്രോൺ, ഇപ്പം ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിലാണെങ്കിൽ അവർ ഒരു സിംഗിൾ ബോണ്ടാണല്ലേ, ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് അവർ ഷെയർ ചെയ്യുന്നത്, കാണുമ്പോഴേ നമുക്കറിയാം. അപ്പം ഈ ഇലക്ട്രോണിനെ ആദ്യം നമുക്ക് ഓരോരോ ഇലക്ട്രോണിനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാമെന്ന് സമ്മതിച്ചായാലും പിന്നീട് അവരെന്തോ ചെയ്യും, ഈ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കും, തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നോക്കും. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫില്ല് ചെയ്ത് സ്റ്റെബിലിറ്റി ആകാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ രണ്ട് ആറ്റങ്ങളും അട്രാക്റ്റ് ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഈ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. ഹൈഡ്രജൻ ഒരു ഫ്ലൂറിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോണുണ്ട്, ഫ്ലൂറിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഈ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജനിലോട്ട് അടുപ്പിച്ചാൽ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈഡ്രജനാണ് കൂടുതലെന്ന് പറയാം. അതുപോലെ തന്നെ ഫ്ലൂറിൻ ഹൈഡ്രജൻ്റെ ആ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അകപ്പാടുള്ള ഒരു ഇലക്ട്രോണിനെ ഫ്ലൂറിൻ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഫ്ലൂറിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7ആണ്, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ 8 ആവും. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ ഫ്ലൂറിൻ തന്നിലോട്ട് അടുപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണ് കൂടുതലെന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷെയർഡ് ബോണ്ടിൽ നമ്മൾ രണ്ട് ഇലക്ട്രോണുകളെ, രണ്ടോ അതിലധികമോ ആകട്ടെ, ഇപ്പം നമ്മൾ ഫ്ലൂറിൻ്റെ കേസും ഹൈഡ്രജൻ്റെ കേസും പറഞ്ഞപ്പോൾ അവർക്ക് ഓരോരോ ഇലക്ട്രോണുകൾ മതി, അതുകൊണ്ട് തന്നെ അത് സിംഗിൾ ബോണ്ടാണെന്ന് മനസ്സിലായി. ചിലപ്പോൾ ഡബിൾ ബോണ്ടായിരിക്കും. അങ്ങനെ എത്രയോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്താലും ഈ രണ്ട് ആറ്റങ്ങളും എന്ത് സംഭവിക്കും, ഇലക്ട്രോണുകളെ ആദ്യം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാലും പിന്നീട് ഇലക്ട്രോണുകളെ തന്നിലോട്ട് അടുപ്പിക്കും. ഇങ്ങനെ തന്നിലോട്ട് അടുപ്പിക്കാനുള്ള ഈ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. പിടികിട്ടിയല്ലോ. വേണ്ട ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്, ഈ ഡെഫിനിഷനും പഠിക്കാൻ ഈസി ആയിരിക്കും. കാരണം ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ദി കോവാലന്റ് ബോണ്ട് ആറ്റംസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ഈസ് കാൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതാണ് ഈ പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു എബിലിറ്റി ഓഫ് ആൻ ആറ്റം, ആ ആറ്റത്തിൻ്റെ എബിലിറ്റി ടു അട്രാക്റ്റ് ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി കോവാലൻ ബോണ്ട്. അപ്പോൾ കോവാലൻ ബോണ്ട് വഴി ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റി, കഴിവിനെ, കോവാലൻ ബോണ്ട് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്, തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും കേസ് പഠിച്ചു. അപ്പോൾ ഫ്ലൂറിനാണ് ഹൈഡ്രജൻ്റെ ആ ഒരു ആറ്റത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിന് കൂടുതലാണെന്ന് പറയാം. ഹൈഡ്രജനാണ് ആ ഒരു ഫ്ലൂറിൻ്റെ ഒരു ആറ്റത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളതെങ്കിൽ ഹൈഡ്രജനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ അത്? ഇവിടെ വേറൊന്നുമല്ല, നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ ആറ്റങ്ങൾക്കും ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അവർ ഷെയർ ചെയ്ത ആ പെയറിനെയായിരിക്കും അവർ അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലാത്ത ഇലക്ട്രോണുകളെല്ലാം അവരുടെ കയ്യിലിരിക്കുന്നതിനെയാണ്. അപ്പോൾ ഈ ഷെയ്ഡ് കോവാലൻ ബോണ്ട് വഴി ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്, അവനവനിലേക്ക്. ഇതിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആറ്റത്തിനും ഓരോ അളവിലാണ് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും കേസെടുക്കുമ്പോൾ ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. ശ്രദ്ധിച്ചിരുന്നോണം. ഇതിനൊക്കെ ഓരോ തോതുകളുണ്ട്. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ താഴോട്ട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത്, ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. അപ്പോൾ ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും കേസിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ്റെ അടുത്തോട്ടായിരിക്കും ഈ ഷെയർഡ് ബോണ്ടിലെ ഇലക്ട്രോൺ അട്രാക്റ്റ് ആവുന്നത്. ഇത്രയും പിടി കിട്ടിയല്ലോ. ഇനി അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പല പല എലമെൻസിന് പല രീതിയിലായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നും പറഞ്ഞു. അപ്പോൾ ഈ
വേരിയസ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഹാവ് ബീൻ പുട്ട് ഫോർവേഡ് ടു കമ്പയർ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റുകളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം സ്കെയിലുകൾ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ദ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ്ഡ് ബൈ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ലീനസ് പോളിംഗ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അപ്പം ഒരുപാട് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മോസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ്ഡ് ബൈ കൊണ്ടുവന്നത് അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലീനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മനസ്സിലായല്ലോ. ഇൻ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ്ഡ് ബൈ ലീനസ് പോളിംഗ് എലമെൻറ്റ്സ് ആർ അസൈൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് between 0 and 4. In this scale, the most electronegative element is fluorine. അപ്പം ശ്രദ്ധിച്ചിരുന്നോണേ കുഞ്ഞുങ്ങളെ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ലീനസ് പോളിംഗ് കൊണ്ടുവന്ന ഈ സ്കെയിലിനെ പറയുന്ന പേര് പോളിംഗ് സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തെ എലമെൻസിനെ അദ്ദേഹം അസൈൻഡ് നെഗറ്റിവിറ്റി വാല്യൂ ബിറ്റ്വീൻ 0 and 4. അതായത് 0, 4 എന്ന വാല്യൂവിലാണ്, 0 മുതൽ 4 വരെ എന്ന വാല്യൂവിലാണ് അദ്ദേഹം ഇതിനെ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഇതിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ആ സ്കെയിൽ നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ 0 എന്നും ഏറ്റവും കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള എലമെൻറ്റിനെ 4 എന്നും അതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൊടുത്തിരിക്കുന്നത്. ദിസ് സ്കെയിൽ ആ സ്കെയിലിൽ വരുന്നത് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഈസ് ഫ്ലൂറിൻ. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. പോളിംഗ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ 0 മുതൽ 4 വരെയുള്ള വാല്യൂ ആണ് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ 4 എന്ന് പറയുന്നൊരു വാല്യൂ തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമാണത്. അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക അത് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്നെഴുതുക. അപ്പം 4 ഒക്കെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമാണത്. അപ്പം അതിൽ കുറഞ്ഞ് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ് 0.0യുടെ അടുത്തൊരു വാല്യൂ എത്തുമ്പോൾ എന്ത് സംഭവിക്കുവാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് അല്ലേ, ഏറ്റവും കുറഞ്ഞ ആറ്റമായിട്ടത് മാറും. പിടികിട്ടിയല്ലോ. അപ്പോൾ 4 ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ 4 വന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൽ നിന്ന് അതിന് ഈ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിന് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടെക്സ്റ്റിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു 0 മുതൽ 4 വരെയുള്ള പോളിംഗ് സ്കെയിലിലെ ആ ഒരു വാല്യൂവും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോ എലമെൻസിൻ്റെയും വാല്യൂ എത്രയാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹൈഡ്രജന് 2.20 ആണ്. ഇങ്ങനെ താഴോട്ട് ഓരോരോ എലമെൻറ്റിൻ്റെയും ആ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ഇനി വരുമ്പോൾ ഫ്ലൂറിൻ കൊടുത്തിട്ടുണ്ട് 3.98. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്? ഷെയ്ഡ് ഇലക്ട്രോണിനെ തന്നിലോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിനും ഉണ്ട് 3.16 ഉണ്ട്. അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂ. പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ അതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറവുള്ളത് FR ഫ്രാൻസിയമാണ് 0.7. അതാണ് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള കഴിവ് കുറവാണതിന്. ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ടായപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ചേർന്നപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആയത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഒക്കെ നമ്മൾ കണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. ആ ഫ്ലൂറിനായിരിക്കും ആറ്റത്തെ കൂടുതൽ തന്നിലോട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഈ സ്കെയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് 2.20 ആണ്. ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ 3.98 ആണ്. അപ്പം ഫ്ലൂറിനായിരിക്കും ഹൈഡ്രജൻ്റെ ആറ്റത്തിനെയും കൂടെ തന്നിലോട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നത്. പിന്നീട് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, റൈറ്റ് സൈഡിൽ മുകളിലോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി
വാല്യൂ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റിൽ താഴോട്ട് പോകുമ്പോൾ, ബോട്ടത്തിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു പോളൻ സ്കെയിലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്ലൂറിൻ്റെത് 3.98 ആണ്. അപ്പോൾ 4-ന് അടുത്താണ് അതിൻ്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ അതിന് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ 3.98, അപ്പം 3.16-നും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. പക്ഷേ രണ്ടെണ്ണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താണ് നോക്കുന്നത് അല്ലേ, 2 എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്താണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഫ്രാൻസിയം അറ്റത്ത് കിടക്കുന്ന, അതായത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ബോട്ടത്തിൽ കിടക്കുന്ന ഫ്രാൻസിയത്തിനാണ് ഏറ്റവും കുറവ്. അപ്പോൾ 0.7 ആണ്. അപ്പോൾ അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ എങ്ങനെയാണ് എന്നുള്ളതൊരു ജസ്റ്റ് ഒരു ആറ്റ മോഡൽ വരച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈയെ പറ്റി ഒരു ആറ്റത്തിന് എങ്ങനെയാണ് കൂടുന്നത് കുറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫ്ലൂറിനെ തന്നെ എടുക്കാം. നമുക്ക് ടെക്സ്റ്റിൽ ഫ്ലൂറിൻ ഉള്ളതുകൊണ്ട് ഫ്ലൂറിനെ തന്നെ എടുക്കാം. അപ്പോൾ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2s7 ആണ് വരുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്? ഒരു ഇലക്ട്രോണിനെ എവിടുന്നെങ്കിലും ഒപ്പിച്ച് അതിന് ഒക്ടറ്റ് കോൺഫിഗറേഷനിലെത്തി 8 ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിൽ തികച്ച് ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ നിൽക്കണം എന്നതായിരിക്കും അതിൻ്റെ ആഗ്രഹം. എന്നാലേ അതിന് എന്ത് കിട്ടത്തുള്ളൂ? ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി. എന്നാലേ അതിന് എന്ത് കിട്ടത്തുള്ളൂ? അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അത് പെട്ടെന്ന് റിയാക്റ്റായി. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിന്. പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഇലക്ട്രോണിനെ അത് തപ്പിയെടുക്കാൻ നോക്കും ഈ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? അത് ഹൈലി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറയുന്നത്. കാരണം അതിന് ഒറ്റ ഇലക്ട്രോൺ മതി. ആ ഒരു ഇലക്ട്രോൺ മതിയെങ്കിൽ പെട്ടെന്ന് അത് എവിടെയെങ്കിലും ഒരു ഇലക്ട്രോണിനെ വാങ്ങി അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് നിൽക്കാൻ നോക്കും. ഒരൊറ്റ ഇലക്ട്രോണിൻ്റെ ആവശ്യമേ അതിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെന്താണിത്? ഹൈലി റിയാക്റ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ഞാൻ എടുത്തത് ഏതാണെന്നറിയാവോ? ഓക്സിജനാണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2s6 ആണ് വരുന്നത്. അപ്പോൾ അതിന് ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. അതിനപ്പോൾ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോണിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് നേരത്തെ അറിയാം, അത് 6 ഇലക്ട്രോണിനെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് 2 ഇലക്ട്രോണിനെ എവിടെയെങ്കിലും തപ്പിയെടുക്കാനേ നോക്കത്തുള്ളൂ അല്ലേ. കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെട്ട് 2 ഇലക്ട്രോണിനെ മേടിക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ 6 ഇലക്ട്രോണിനെ അത് വിട്ടുകൊടുക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിന് 2 ഇലക്ട്രോണിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. 2 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. പക്ഷേ അതിന് 2 ഇലക്ട്രോണിനെയാണ് ആവശ്യം. പക്ഷേ ഫ്ലൂറിൻ്റെ കേസിൽ ഒരൊറ്റ ഇലക്ട്രോണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഫ്ലൂറിനും ഓക്സിജനും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏതിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ? ഫ്ലൂറിനായിരിക്കും അല്ലേ. ഓക്സിജന് നെഗറ്റിവിറ്റി ഉണ്ട്. നമ്മൾ പോളൻ സ്കെയിൽ എടുത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഒരു ആറ്റമാണ് ഓക്സിജൻ. കാരണം 2 ഇലക്ട്രോണിനെ അത് വേണം. അത് പെട്ടെന്ന് 2 ഇലക്ട്രോണിനെ നേടിയെടുക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ അതിന് ഹൈലി ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. പക്ഷേ ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജന് കുറവായിരിക്കും നെഗറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. നിങ്ങൾ ആ സ്കെയിൽ എടുത്ത് വെച്ച് നോക്കാൻ മനസ്സിലാവും. അതുപോലെ വേറൊന്ന് പറയാനാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഫ്ലൂറിൻ്റെ കേസ് എടുത്താൽ ഫ്ലൂറിന് 9 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ 9 ആണ് അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം. ഓർബിറ്റ് നോക്കൂ, ഓർബിറ്റ് 2 എണ്ണമേ ഉള്ളൂ അല്ലേ. ഷെല്ല് 2 എണ്ണമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ പോസിറ്റീവ് പവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ആ ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിച്ച കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലൂറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്സിജൻ്റെ കേസ് എടുത്താൽ ഓക്സിജന് 3 ഷെല്ലുകളുണ്ട്. അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 8 പ്രോട്ടോൺ ഉണ്ട് ന്യൂക്ലിയസിൽ. അപ്പം ന്യൂക്ലിയർ ചാർജ് ഉണ്ട്, പക്ഷേ ഷെല്ലുകൾ കൂടുതലാണ് അല്ലേ. ഏതാണ്? ഫ്ലൂറിനെ അപേക്ഷിച്ച് ഏതിനാണ്? ഓക്സിജന് ഷെല്ലുകളുടെ എണ്ണം ഒന്നും കൂടെ കൂടുതലാണ്. അപ്പം കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനെ വെച്ച് നോക്കുമ്പോൾ ഓക്സിജന് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഉണ്ട്, ഫ്ലൂറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പോളൻ സ്കെയിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്.
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ പോളൻ സ്കെയിൽ എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി ചാർജ് ഉള്ളത് ആരാണെന്ന് ഫ്രാൻസിയത്തിനാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ നോക്കൂ, ഫ്രാൻസിയത്തിൻ്റെ ബോർ മോഡലാണ് ഈ വരച്ചിരിക്കുന്നത്. ഫ്രാൻസിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 87 ആണ്, പ്രോട്ടോണിൻ്റെ എണ്ണവും 87 ആണ്. പക്ഷേ അപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുമ്പോൾ ഫ്രാൻസിയത്തിന് ന്യൂക്ലിയർ ചാർജ് കൂടണ്ടേ നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടി, 87 കൂടി. പക്ഷേ ഫ്ലൂറിൻ്റെ കേസിൽ എത്രയേ ഉള്ളൂ, 9 പ്രോട്ടോണേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കേസിൽ വരുമ്പോൾ, ഫ്രാൻസിയത്തിൻ്റെ കേസിൽ വരുമ്പോൾ 87 ഉണ്ട്. പക്ഷേ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണെന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? കാരണം ഫ്രാൻസിയത്തിന് ഇത്രയും ഓർബിറ്റ് കടന്നിട്ട് വേണം മറ്റ് ഇലക്ട്രോണിനെ, മറ്റ് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ തന്നിലോട്ട് അടുപ്പിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിയത്തിന് ന്യൂക്ലിയർ പവർ കുറവായത്. പിടികിട്ടിയല്ലോ. തന്നെയുമല്ല, ഫ്രാൻസിയത്തിന് വേറൊരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാൻസിയത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനേ നോക്കത്തുള്ളൂ. വിട്ടുകൊടുത്തിട്ട് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കി ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ എത്താനേ അത് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമ്പോൾ അതിന് മറ്റേ ഇലക്ട്രോണെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു അതിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ചാർജിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മതി ചാർജല്ലേ. അപ്പോൾ ഇതിന് ബാഹ്യതമ ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണുകളേ ഉള്ളൂ. അതുകൊണ്ട് അത് വിട്ടുകൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് വലിയ ന്യൂക്ലിയർ ചാർജിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ അട്രാക്റ്റ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ അതിന് ന്യൂക്ലിയർ ചാർജ് കുറവാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സോഡിയത്തിൻ്റെ കേസാണ്. സോഡിയത്തിൻ്റെ കേസിലും ആ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കത്തേ ഉള്ളൂ. അത് അട്രാക്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് വിട്ടുകൊടുത്ത് അതിന് ഒരു ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ അത് എത്താൻ ശ്രമിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യം അതിനില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി താരതമ്യേന കുറവായിരിക്കും. നിങ്ങൾക്ക് ആ പോളൻ സ്കെയിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ 11 അതിന് 11 പ്രോട്ടോൺ ഉണ്ട്. പക്ഷേ എത്ര ഓർബിറ്റ് കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓർബിറ്റിനെയൊക്കെ മറികടന്നിട്ട് വേണം ന്യൂക്ലിയസിന് ഈ മറ്റുള്ള ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാൻ. ന്യൂക്ലിയർ ചാർജ് കുറവെന്ന് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ അറ്റോമിക് റേഡിയസ് കൂടുമ്പോഴാണ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നതെന്ന് നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പം മനസ്സിലാക്കിയതാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മുന്നോട്ട് അത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഓരോ കാര്യങ്ങളും. ഫ്രാൻസിയത്തിനെയും സോഡിയത്തിനെയും സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിയത്തിനാണ് എന്ത് കൂടുതൽ? അറ്റോമിക് റേഡിയസ് കൂടുതൽ. അറ്റോമിക് റേഡിയസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ, ന്യൂക്ലിയസിൻ്റെ പവർ കുറയും അല്ലേ. ആണ്ട് ഓർബിറ്റ് കൂടുവാണ്. ഓർബിറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റോമിക് റേഡിയസ് കൂടും. അത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നിങ്ങൾക്ക്? ആ ബോർ മോഡൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലേ അറ്റോമിക് റേഡിയസ് അതിന് കൂടുതലാണെന്ന്. കാരണം അറ്റോമിക് റേഡിയസ് ഒക്കെ ഞാൻ നല്ല വൃത്തിക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ പ്രീവിയസ് ചാപ്റ്റേഴ്സ് നോക്കാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ന്യൂക്ലിയസിൻ്റെ കഴിവ് കുറയും. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്വാഭാവികമായിട്ടും അതിന് കുറവായിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. പിന്നീട് അടുത്ത റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കുകയുള്ളൂ. അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യം അതിനില്ല. പിന്നെ സോഡിയത്തിനും ഫ്രാൻസിയത്തിനും ഞാൻ പറഞ്ഞു ഒറ്റ ഇലക്ട്രോണെ ബാഹ്യതമ ഷെല്ലിലുള്ളൂ. പക്ഷേ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ഏതിനാണ്? സോഡിയത്തിനാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സോഡിയത്തിന് അറ്റോമിക് റേഡിയസ് കുറവാണ്. അപ്പോൾ അട്രാക്റ്റ് പെട്ടെന്ന് ന്യൂക്ലിയർ പവർ വെച്ചിട്ട്, അതായത് ന്യൂക്ലിയർ പവർ വെച്ചാൽ പോസിറ്റീവ് ചാർജ് വെച്ച് മറ്റുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ സാധിക്കും? അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായാലും മറ്റേത് റേഡിയസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓരോ എലമെൻറ്റും ഓരോ എലമെൻറ്റ് എന്ന് വെച്ചാൽ 2 എലമെൻ്റ് എടുത്ത് നിങ്ങൾ ബോർ മോഡൽ വരച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം എന്ത് മനസ്സിലാവും? അത് ഏതിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ, ഏതിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ്, അത് ഷെല്ലുമായിട്ട് എന്തെങ്കിലും അതിന് സാമ്യമുണ്ടോ, അറ്റോമിക് നമ്പറുമായിട്ട് സാമ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പം ഞാൻ 2-4 എടുത്ത് ചെയ്ത് കാണിച്ചത്, അതുപോലെ നിങ്ങൾ ഈ 2 വീതം എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഫ് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഈസ് 1.7 or more, it generally shows ionic character, and if it is less than 1.7 it shows covalent character. അപ്പം നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ
1.7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് അയോണിക് ക്യാരക്ടർ ആയിരിക്കും ആ എലമെൻറ്റിൻ്റെ. അതുപോലെ തന്നെ 1.7 കുറവാണെങ്കിൽ അത് കോവാലൻ ക്യാരക്ടർ ആയിരിക്കും. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. പക്ഷേ താഴോട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് 1.7 കൂടുന്നത് അല്ലെങ്കിൽ 1.7 കുറയുന്നതെന്ന് താഴെ ടേബിളുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പിടികിട്ടും. ആണ്ട് ഇവിടെ കിടക്കുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. കോമ്പൗണ്ട് നോക്ക്, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയവും ക്ലോറിനുമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമ്മൾ ഈ പോളൻ സ്കെയിലിലെ വാല്യൂ എടുത്തിട്ട് മൈനസ് ചെയ്ത് നോക്കുമ്പോഴാണ് 1.7 1.7 കൂടുതലോ വരികയാണെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ടും 1.7 താഴെ വരികയാണെങ്കിൽ അത് കോവാലൻ ബോണ്ടുമാണെന്ന് മനസ്സിലാവും. പിടികിട്ടിയല്ലോ ഇപ്പം. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെത് ക്ലോറിൻ്റെതാണ് 3.16, സോഡിയത്തിൻ്റെത് 0.93 ആണ്. കാരണം പലതിൽ നിന്നല്ലേ നമുക്ക് ചെറുത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കരുത്. ഹൈഡ്രജൻ്റെ ആദ്യവും ക്ലോറിൻ്റെ രണ്ടാമതും എഴുതി വെക്കരുത്. മൈനസ് ആയി പോകും. നമ്മൾ ചെയ്ത് വരുമ്പോൾ മൈനസ് ആയി പോകും അല്ലേ. അപ്പോൾ വലിയ വാല്യൂവിൽ നിന്നേ ചെറിയ വാല്യൂ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ചെഴുതി വെക്കുക. ഡിഫറൻസ് ആണ് അതിൻ്റെ കണ്ടെടുക്കാനുള്ളത്. അല്ല നിങ്ങൾ കയറി ആദ്യം സോഡിയം ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ആദ്യം സോഡിയത്തിൻ്റെ എഴുതി വയ്ക്കും. ക്ലോറിനാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ രണ്ടാമത് ക്ലോറിൻ്റെ എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് ആയിരിക്കും അല്ലേ. ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ നമുക്കൊരു മൈനസേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾ വലിയ ആദ്യം എഴുതുക, പിന്നീട് ചെറുത് എഴുതുക. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറിൻ്റെത് 3.16 ഹൈഡ്രജൻ്റെത് 2.20 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുന്നതിൻ്റെ വാല്യൂ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു കണക്ക് എക്സാമിന് തന്നാലും അതിനകത്ത് ഈ പോളൻ സ്കെയിലിൻ്റെ വാല്യൂ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. എന്നിട്ട് അയോണിക് കോമ്പൗണ്ടാണോ കോവാലൻ ബോണ്ടാണോ എന്ന് നിങ്ങൾ എഴുതാൻ പറയും. ഓക്കെ, ഞാനിവിടെ ചെയ്തിട്ടേക്കാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. തന്നെ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ആൻസർ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കൂ, ആദ്യത്തേത് 2.23 ആണ് വരുന്നത്. അത് 1.7 മുകളിലാണ്, അതുകൊണ്ട് തന്നെ അതിന് അയോണിക് കോമ്പൗണ്ടാണ്. അടുത്തത് വരുന്നത് 0.96 ആണ്. അത് 1.7 താഴെയാണ് വരുന്നത്, കോവാലൻ ബോണ്ടാണ്. അങ്ങനെ നിങ്ങൾ തിരിച്ച് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പോളാർ നേച്ചറാണ് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.